ഇതുപോലെ 3 പ്ലാസ്റ്റിക് അടപ്പും അതിലെ മിശ്രിതവും ഉണ്ടെങ്കിൽ പല്ലി ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല. പല്ലി നമുക്കറിയില്ല, പല്ലി ഒരുപാട് വിഷമുള്ളൊരു ജീവിയാണ്. പ്രത്യേകിച്ച് ഈ പല്ലിക്കാഷ്ടം വീണ് കഴിഞ്ഞാൽ നമ്മുടെ ആഹാരം ഒരു കാരണവശാലും പിന്നെ കഴിക്കരുത്. അത് വളരെയധികം നമ്മുടെ ഈ പറയുന്നതിൻ്റെ കൂട്ടുള്ള വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഈ പല്ലി നക്കിയതായിട്ടുള്ള നമുക്ക് സംശയമുള്ള ആഹാരമോ അല്ലെങ്കിൽ പല്ലിക്കാഷ്ടമുള്ള ആഹാരമൊന്നും നമ്മൾ കഴിക്കാനേ പാടില്ല. പല്ലിയെ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് തുടച്ചില്ലാതാക്കാം. നമുക്ക് എല്ലാവരുടെയും വീട്ടിലും നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവും നമ്മുടെ കുരുമുളകിൻ്റെ ഇല. പിന്നെ വേണ്ടുന്നതേ, നമ്മൾ വീട്ടിൽ കഴിക്കാൻ എടുക്കുന്ന ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റസ്കോ അങ്ങനെ എന്തെങ്കിലും കട്ടി കൂടി ഇതുപോലെ കട്ടിയുള്ള ഒരു ആഹാര പദാർത്ഥം വേണം. പിന്നെ വേണ്ടുന്നത് ഇതുപോലെ ഒരു 2-3 നമ്മുടെ പ്ലാസ്റ്റിക് അടപ്പ്. പിന്നെ വേണ്ടുന്നത് നമുക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റമോളോ ഡോളയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗുളിക വേണം. പിന്നെ വേണ്ടുന്ന ഒരു 2-3 തുള്ളി വെളിച്ചെണ്ണ വേണം. നമുക്ക് ഇതുപോലെ നല്ലപോലെ ഈ ഒരു ബിസ്ക്കറ്റ് മുഴുവൻ ഒന്ന് പൊടിച്ചതിനകത്തേക്ക് ചേർക്കാം. ഈ കുരുമുളകിൻ്റെ ഇല നമുക്ക് ഇങ്ങനെയല്ല വേണ്ടുന്നത്, നമുക്കിതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്കിന് വേണ്ടുന്നത് നമ്മുടെ പാരസെറ്റമോളിൻ്റെ ഗുളിക ഉണ്ടല്ലോ, ഇതും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് പൊടിച്ച് ചേർക്കാം. അപ്പോൾ ഇനി ഇത് 3 കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ ഒരു 3-4 തുള്ളി കേട്ടോ. അപ്പോൾ നല്ലൊരു മയം കിട്ടും. ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പിലേക്ക് ഞാൻ ഈ ഒരു മിക്സർ എടുത്ത് വെക്കാൻ പോവുകയാണേ. നമ്മുടെ ഈ ഒരു ഗ്യാസ് അടുപ്പുണ്ടല്ലോ, ഗ്യാസ് അടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരെണ്ണം വെച്ച് കൊടുക്കാം. കണ്ടോ? അപ്പം ഇത് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മറ്റ് ആഹാരത്തിലൊന്നും പല്ലി തൊടത്തില്ല. കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം അതിനടുത്തേക്ക് വരികയും നമുക്കത് കഴിക്കുകയും ചെയ്യും. ഇതുപോലെ ഷെൽഫിനകത്ത് കേട്ടോ, ഷെൽഫിൽ നമ്മൾ പലതും പറക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം ഇതുപോലെ ഒരെണ്ണം ഷെൽഫിലും വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് കാരണം പിന്നീട് ഒരിക്കലും നമ്മുടെ പല്ലി നമ്മുടെ വീട്ടിലേക്ക് വരുത്തതേയില്ല.